വലിയ രീതിയിൽ ഇങ്ങനെ റീൽസിന്റെ രാജാക്കന്മാരായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മാത്രമല്ല കേട്ടോ. ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും ഒക്കെ ഒരു മെൻസ് വെയറിൽ കയറിയിട്ട് ഷർട്ട് തിരഞ്ഞെടുക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ട്രെൻഡിങ് BGM ഒക്കെ കൊടുത്ത് അവരിങ്ങനെ ഷർട്ട് എടുക്കുന്നു. ആ ഷർട്ട് ഇട്ട് അവരിങ്ങനെ പുറത്തേക്ക് വരുന്നു. PK ഫിറോസും അതിൻ്റെ ഒപ്പം നിൽക്കുന്നു, ഷാഫി പറമ്പിൽ. അങ്ങനെ റീൽസിന് വേണ്ടിയിട്ട്, അതായത് ജനപ്രവർത്തനം എവിടെ നടത്തണം, അത് നടത്തേണ്ട സ്ഥലം തീരുമാനിക്കേണ്ടത് അവിടെ ലൈറ്റ് ഉണ്ടോ? വീഡിയോ പിടിക്കുമ്പോൾ അവിടെ ലൈറ്റ് ഉണ്ടാവുമോ? അവിടെ എൻ്റെ മുഖത്തെ ടച്ചപ്പിനൊരു കുറവ് വരുമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളെ പോലും തീരുമാനിക്കുന്ന രീതിയിലേക്ക് UDFന്റെ ഒരു പരിധിവരെ PK ഫിറോസും ഇപ്പോൾ അതിനൊപ്പം നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. നിലമ്പൂരിൽ പച്ചയ്ക്ക് പണിയെടുത്ത മനുഷ്യരുണ്ട്. ഞങ്ങൾ വീടാന്തരം കയറി നടക്കുന്ന പ്രവർത്തകരെ കണ്ടപ്പോ ഒരാൾ ഇങ്ങനെ വീട് കയറി ഓടിപ്പോവുക. ആരാണത്? ഈ നാടിൽ ജനപക്ഷത്ത് നിന്ന കേരളം, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിലാപയാത്ര, തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളിയുടെ പള്ളിമുറ്റം വരെ നീണ്ട ജനസാഗരത്തിനിടയിലൂടെ ഇഴഞ്ഞു നീങ്ങിയ ഉമ്മൻചാണ്ടി സാർ, ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ. പലരും പറയുന്നുണ്ട്, വലിയ ഗെറ്റപ്പില്ലാതെ, ഷർട്ടിന്റെ ബട്ടൺസ് പോലും കൃത്യമായി ഇടാതെ, ഒരലക്ഷ്യഭാവത്തോടെ, ഒന്നും ശ്രദ്ധിക്കാതെ, ഒരു വലിയ രീതിയിലുള്ള ഗെറ്റപ്പിനെ ശ്രദ്ധിക്കാതെ ചാണ്ടി ഉമ്മൻ നിൽക്കുമ്പോ ആളുകൾ വിചാരിക്കുന്നുണ്ടോ ഷാഫി പറമ്പിലിനെ പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ, PK ഫിറോസിനെ പോലെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമൊന്നും കാണിക്കാതെ, ഒരു ജഗപുക ഉണ്ടാക്കാതെ ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ ഇങ്ങനെ വീട് കയറി 3000-4000 വീട് കയറി നടന്നപ്പോഴേ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ നാളെയുടെ ശബ്ദമായി മാറും. കാരണം നിലപാടുറച്ച സംസാരം മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. ഈ അവസാന സമയത്ത്, ഇന്നലെയുടെ പകലിൽ അവസാന ദിവസം മാധ്യമപ്രവർത്തകർ വന്നിട്ട് അൻവറിനെ കുറിച്ചൊരു കാര്യം ചോദിച്ചപ്പോൾ കൈകൂപ്പി മാധ്യമപ്രവർത്തകന്റെ അടുത്തുനിന്ന് മാറിപ്പോയി ചാണ്ടി ഉമ്മൻ. നിലമ്പൂരിന്റെ പരസ്യ പ്രചാരണ രംഗത്ത് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. നിലപാടുണ്ട്, പറയുന്നതിൽ പക്വതയുണ്ട്. കാണുമ്പോൾ ഗെറ്റപ്പില്ല എന്ന് തോന്നുമ്പോൾ രാഹുലിനെയും ഷാഫിയെയും പോലെ ചുന്ദര കുട്ടന്മാരായി തോന്നുന്നില്ല എന്ന് കരുതി ചാണ്ടി സാറിന്റെ മകൻ വെറും പാഴായി പോവുകയില്ല എന്ന് രാഷ്ട്രീയ കേരളം ഉറപ്പിച്ചു വെച്ചോളൂ. കാരണം ആത്മാർത്ഥമായി പണിയെടുക്കുന്ന, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന മനസ്സുള്ള പിതാവിന്റെ മകനാണ് അയാൾ.